ഗുഡ് മോർണിംഗ് ഓൾ. ബിടെസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്ത ഒരു ചാർട്ടാണ്. ഇത് ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മളപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകളാണ് നമ്മളിനി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിളുകളും ഇതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നതും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഈ വരുമ്പോൾ യായും ഊ വരുമ്പോൾ വായും സാ വരുമ്പോൾ ഹായും വരും എന്ന് പഠിച്ചു വെക്കുക. ഇത് എളുപ്പം പഠിച്ചു വെക്കാനുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആവുക എന്താ അജയ് ടെട്ടടക്കെട്ടെട്ട എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ ജാഥ വിളിച്ചു പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ സമ്മാനം എന്തേലും ട്രോഫി എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളുടെ ഇവർ ഈ ആവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടി പോകുന്നതാണ്. ഈ സെയിം സാധനമാണ് നമുക്ക് വേണ്ടത്. ഈ വരുമ്പോൾ യാ വരുമെന്നും ഊ വരുമ്പോൾ വാ വരുമെന്നും അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പം നമുക്ക് കുറേ സർവനാമ പ്രത്യയം തമ്മിലുള്ള കോമ്പിനേഷൻ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇസ്ക എന്നതിൻ്റെ സർവനാമം പ്രത്യേകമായി എങ്ങനെ തിരിച്ചെഴുതാം? ഈ എന്ന് വരുന്നതിന് നമ്മൾ എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞേ? ഈ എന്ന് വരുന്നതിൽ നമ്മൾ എന്ത് കൊടുക്കണം? യാ. സാ വരുമ്പോൾ ഹാ കൊടുക്കണമെന്ന് പഠിച്ചു വെക്കുക. ദാ സാ വരുമ്പോൾ ഹാ കൊടുക്കണം എന്ന് പറഞ്ഞാൽ യഹ്. പിന്നെ ബാക്കിയുള്ളത് എന്താക്കാം? ഇങ്ങനെയാണ് ഇത് സ്പ്ലിറ്റിങ് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്തതാണ്. ഇവിടെ നോക്കിക്കോ, ഇസ്ക എന്നത് ദാ ഇസ്ക എന്നത് എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്? യഹും കായും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. പിടികിട്ടിയല്ലോ? മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഈ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാം. ഇസ്ക നമ്മൾ കണ്ടു. അതുപോലെ ഇനി ഉസ്സേ എന്ന് വരുമ്പോൾ എന്തായിരിക്കും വരിക? ഊ വരുമ്പോൾ എന്ത് കൊടുക്കണം എന്നാ? വാ കൊടുക്കണം. സാ വരുമ്പോഴോ ഹാ കൊടുക്കണം. ബാക്കിയുള്ളത് അതുപോലെ. ഇനി നമുക്ക് തിരിച്ചൊന്ന് എഴുതി നോക്കിയാലോ? തിരിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതെങ്ങനെ എഴുതും? ഈ വരുമ്പോൾ എന്തായിരിക്കും വരിക? ഈ വരുമ്പോൾ യാ വരും. ഈ യാ. സാ വരുമ്പോഴോ ഹാ വരും പ്ലസ് കോ. ഓക്കെ, ഇനി ശരിക്കും ഒന്ന് നമുക്ക് തിരിച്ചെഴുതി നോക്കാം. സോറി, നമുക്ക് തിരിച്ചെഴുതി നോക്കാം. അതായത് യഹ് പ്ലസ് സേ. ഇതെങ്ങനെ എഴുതും? ഈ യ എന്നായതുകൊണ്ട് യാ ഓൾറെഡി ഉണ്ട്, പിന്നെ ഇല്ലാത്ത ഈ യാ. ഹാ വന്നുകൊണ്ട് നമുക്ക് സാ കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളത് എന്താ? സേ. ഇസ് സേ. ഓക്കെ ആണല്ലോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് സപ്പോസ് ഈ ഹാ ഇല്ല എന്ന് കരുതുക. ഹാ തന്നിട്ടില്ല, പകരം എന്താ തന്നിട്ടുള്ളത്? മറ്റൊന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു മിനിറ്റ്. ഇനി ഹായ് ആണെങ്കിൽ ഇങ്ങനെ എഴുതാനാണല്ലോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. സപ്പോസ് നായാണ് തന്നത് എങ്കിൽ ഒന്നും ചെയ്യേണ്ട, മുകളിലൊരു വര കൊടുത്താൽ മതി. എന്താണോ താഴെ അതിന് മുകളിലൊരു വര കൊടുത്താൽ മതി. എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ പോയി നോക്കാം. അതായത് ഒരു എക്സാമ്പിള് ഉൻകി എന്നത് തന്നു. മാറ്റി എഴുതണം. ഉൻകി, ഇൻ പർ, ഇത് രണ്ടൊക്കെ മാറ്റി എഴുതാനാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെയായിരിക്കും എഴുതുക? ഊ വരുമ്പോൾ എന്ത് കൊടുക്കണം? വാ അല്ലേ? വാ കൊടുത്തു. നായ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലൊരു വര വരയ്ക്കുക.
ബാക്കിയുള്ളത് അതുപോലെ എഴുതുക. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഈ യ ആയതുകൊണ്ട് യാ കൊടുത്തു. നാ വരുമ്പോൾ എന്താ, മുകളിലൊരു വര വരയ്ക്കുക. നാ വരുമ്പോൾ എന്ത് കൊടുക്കണം, നാ വരുമ്പോൾ എന്ത് കൊടുക്കണം, മുകളിലൊരു വര കൊടുക്കണം. വര കൊടുത്തു പ്ലസ് വര. ഇനി നമുക്കൊന്ന് തിരിച്ചെഴുതിയാലോ? തിരിച്ചെഴുതാം. തിരിച്ചെങ്ങനെ എഴുതാം? അടുത്തത് ഇതാ, വേ പ്ലസ് സേ. വായായതുകൊണ്ട് ഇയ ഉ വ, അപ്പോൾ ഉ. ഇനി മുകളിലൊരു വരയാണ്, മുകളിൽ വര വരുമ്പോൾ നാ കൊടുക്കും. ഇനി സേയ, അപ്പോൾ ഉൻസേ. ഓക്കെ ആണല്ലോ? ഈ ട്രിക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതല്ലാതെ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾ നോട്ടിൽ എന്തെങ്കിലും എഴുതി വെക്കാം കേട്ടോ. ഈ സ്കൂൾ സ്റ്റുഡൻസിന് ഇത് എനിക്ക് തോന്നുന്നു എക്സാംസിന് നന്നായി ചോദിക്കുന്നുണ്ട്. നമ്മൾ ഹിന്ദിയിൽ SLC ആണ് മെയിനായിട്ട് ഇത് ചോദിച്ചു കണ്ടേക്കുന്നത്. അവർക്ക് ഇതിൻ്റെ തന്നെ ഒരു ക്ലാസ് ഞാൻ PYQs തന്നെ ഞാൻ മറ്റൊരു വീഡിയോ റെഡിയാക്കിയിട്ടുണ്ട്. അത് SSLC ഹിന്ദി PYQ എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ടെക്നീക്ക് എന്ന് പറയുന്നത്, രാ വരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുക? കായായിരിക്കും. ഇനി രേ വരുമ്പോൾ എന്തായിരിക്കും? കെ ആയിരിക്കും. രീ വരുമ്പോൾ എന്തായിരിക്കും? കീ ആയിരിക്കും. ഇത് ഇത്ര അറിയാമെങ്കിൽ അടുത്ത കുറച്ച് സെറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ സെറ്റ്? ഏതൊക്കെയാണ്? മേം പ്ലസ് കീ എന്ത് വരും? മാ വരുന്ന ഏതായാലും മേ തന്നെ വരുള്ളൂ. പിന്നെ കീ വരുമ്പോൾ എന്ത് കൊടുക്കാന്ന് പറഞ്ഞ് രീ. ഓക്കെ ആണോ? ഇനി തിരിച്ച് ചെയ്ത് നോക്കാം. മേര, ഇത് മാറ്റണം. എന്ത് വരും? മാ വരുന്ന ആകെപ്പാടെ നമുക്കറിയാം മേ മാത്രമേ ഉള്ളൂ. പ്ലസ് രാ വരുമ്പോൾ എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞ്? കാ കൊടുക്കണം. ഇനി മാ മാത്രമാണോ? അല്ല. ഇനി ഇതിനെ ഒന്ന് തിരിച്ചെഴുതി നോക്കാം. തും പ്ലസ് കോ എന്ത് വരും? തും പ്ലസ് കോ എന്ത് വരും? നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തും പ്ലസ് കോ വരുമ്പോൾ എന്ത് വരും? തുംഹാരേ എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇനി അടുത്തത് കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ പോലെ മേം പ്ലസ് കെ വരുമ്പോൾ എന്ത് വരും? മേം വരുമ്പോൾ ഏതായാലും ഇതേ വരുള്ളൂ. പിന്നെ മേലെ. ഓക്കെ ആണല്ലോ? ഈ ഒരു സെറ്റ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ എളുപ്പമായിരിക്കും. കാരണം ഇത് നിങ്ങൾ ഈ കാക്കേക്കീൻ്റെ തന്നെ നോക്കിക്കോ. ഇത് ആദ്യത്തെ ഒരു ഹം വരെ എന്താണ്? രായിലാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ? മേര, തേര, തുമ്ഹാര, ഹമാര, ഇത് ഇത്രയും സെറ്റുകളാണ് രാവിലെ. ബാക്കി എല്ലാത്തിലും കാ തന്നെയാണ് ആഡ് ചെയ്യുക. ഇതൊക്കെ സ്റ്റുഡൻസിന് കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ട്രിക്കുകളാണ് മൊത്തത്തിൽ പഠിച്ചത്? മൊത്തത്തിൽ പഠിച്ച ട്രിക്കുകൾ മാത്രം നമുക്കൊന്ന് നോക്കി പോവാം. രാ വരുമ്പോൾ കാ ആയിരിക്കും വരിക. അതുപോലെ തന്നെ രേ വരുമ്പോൾ കെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ രീ വരുമ്പോൾ എന്തായിരിക്കും വരിക? കീ ആയിരിക്കും വരിക. പിന്നെ ആദ്യം പഠിച്ച ട്രിക്കുകൾ എന്തൊക്കെയായിരുന്നു? ആദ്യം പഠിച്ച ട്രിക്കുകൾ എന്തൊക്കെയായിരുന്നു? ഈ വരുമ്പോൾ യായിരിക്കും. ഊ വരുമ്പോൾ വായായിരിക്കും. സാ വരുമ്പോൾ ഹായായിരിക്കും. നാ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മുകളിലൊരു വര മാത്രം. ഈ ട്രിക്ക് പഠിക്കാൻ പറഞ്ഞു ഇയ ഉവ എന്നത് പഠിച്ചു വെക്കുക. ഹാ വരുമ്പോൾ സായും നാ വരുമ്പോൾ ഈ ഒരു വരയും ഓർത്തിരിക്കുക. ഈ ഒരു രായിൻ്റെ കേസുകൾ മറക്കാതിരിക്കുക. രാ വരുമ്പോൾ കാ കൊടുക്കുക. എന്ത് ചിഹ്നമാണോ അത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പോയി നോക്കാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വഹും യഹും അതിൻ്റെ കുറേ ചിഹ്നങ്ങളൊക്കെ വരുന്ന രീതിയിൽ കുറച്ച് സെൻറ്റൻസുകളാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് അർത്ഥം പിടികിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ മീനിങ്ങുകൾ എന്താണെന്ന് മനസ്സിലാക്കി ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുമ്പോൾ വരുന്ന വേർഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതിന് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. വഹ് അച്ഛ ആത്മീ ഹെ, അതിൻ്റെ മീനിങ് എന്താ? അയാൾ നല്ല മനുഷ്യനായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ വഹ് ഓൾറെഡി അയാൾ എന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഇനി അടുത്ത നമ്മൾ പഠിച്ചൊരു സാധനമാണ് ഉനോനെ. മീനിങ്ങുകൾ വ്യത്യാസം വരുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ എന്താ? അദ്ദേഹം, കലം എന്ന് പറഞ്ഞാൽ പേന, ഖരീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു. ഓക്കെ ആണല്ലോ. അടുത്തത് ഉസ് എന്തൊക്കെ തമ്മിൽ എന്തിൻ്റെയാ ഉസ് വരുന്നത്? അതിന് സർവനാമം എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? വഹ ആണ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി ഉസ് ആദ്മി കോ ദേഖോ, അതിന്റെ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും വരിക? ആ മനുഷ്യനെ നോക്കൂ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ എന്ന വാക്കാണ് എന്ത്? ഉസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മുജെ സ്റ്റേഷൻ ലേ ചലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ മുജെ എന്തൊക്കെ ആഡ് ചെയ്തതാണ്? മെയിൻ പ്ലസ് കോയാണ്. അപ്പൊ എന്താ? എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക. നമ്മൾ ഈ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് വരുമ്പോൾ ഉള്ള ക്രിയയുടെ വ്യത്യാസങ്ങൾ നമ്മൾ ഉടനെ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. ഇപ്പൊ മുജെ എന്ന് പറഞ്ഞാൽ എന്നെ, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വേ നമ്മൾ പഠിച്ചാണ്. വേ വരുന്ന എപ്പോഴാണ്? നമ്മൾ വേന്റെ മീനിങ് എന്താ നമ്മൾ പഠിച്ചു. വേ വരുന്ന എപ്പോഴാന്നല്ല, വേ ഏ വഹ് യഹ്. ഇവിടെ ഇപ്പൊ ഏ ആണ്. ഏ സാമാൻ തോല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏ എന്ന് പറയുമ്പോൾ ഈ സാമാൻ എന്ന് പറയുമ്പോൾ സാധനങ്ങളെ തൂക്കി നോക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി ഉന്ന് നമ്മൾ പഠിച്ചതാണ്. ഉന്ന് വരുമ്പോൾ എങ്ങനെ വരും? ആ പുസ്തകവും പുസ്തകങ്ങൾ. കോ മത് ഖരീദോ എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങിക്കരുത്. നിങ്ങൾക്ക് സെന്റൻസ് കിട്ടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എക്സാമ്പിൾ പോവാം. ഉസ്കോ മത് മാരോ. ഉസ്കോ എന്ന വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉസ്കോ എവിടെയാണ് നമ്മൾ പഠിച്ചത്? ഉസ്കോ എന്ന് പറയുന്നത് വഹ് പ്ലസ് കോയാണ് നമ്മൾ പഠിച്ചത്. ഉസ്കോ നമ്മൾ പഠിച്ചത് വഹ് പ്ലസ് കോ ആണ് പഠിച്ചിട്ടുള്ളത്. ഉസ്കോ അത് വെച്ചിട്ട് എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യാൻ നോക്കുക. ഉസ്കോ മത് മാരോ എന്ന് പറയുന്നത് അവനെ അടിക്കരുത്. അടുത്തതാ ഇസ് വെച്ച് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഒരു സെന്റൻസ്? ഇസ് കലം സേ ലിഖോ എന്ന് പറഞ്ഞാൽ ഈ പേന സേ. അടുത്തത് പേന കൊണ്ട് എഴുതൂ എന്ന മീനിങ് വരിക. അടുത്ത വീട് മുജ്സേ മത് കഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? മുജ്സേ എന്നോട്, മത് കഹോ പറയരുത്. ഓക്കെ ആണല്ലോ. അടുത്തത് മേരെ എന്തൊക്കെയാ? സ്പ്ലിറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. മേം പ്ലസ് കെ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ എന്താ സെന്റൻസിൽ വരിക? മേരെ എന്ന് പറയുമ്പോൾ എൻ്റെ, ബായി എന്ന് പറയുമ്പോൾ ബ്രദർ, സേ എന്ന് പറഞ്ഞാൽ കാളും, ബ്രദറിനേക്കാളും, ബഹൻ എന്ന് പറഞ്ഞ എന്താ? സഹോദരി, സിസ്റ്റർ, ബഡി ഹേ എന്ന് പറഞ്ഞ എന്താ? വലിയവരാണ്, വലുതാണ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ വലുതാണ്, വലിയവരാണ് അതിൻ്റെ പേര്. ഓക്കെ. തുംഹാരി എന്ന് പറഞ്ഞ എന്താ? തും പ്ലസ് കി ആണ്. ഇനി തുംഹാര എന്നാക്കിയാലോ? തുംഹാര എന്നാക്കി നിരിക്കും. അപ്പൊ എന്താ വരിക? ആൺകുട്ടിയാണ്. നിന്റെ ബ്രദർ, ബായി എന്ന് പറഞ്ഞ ബ്രദർ. ബംബൈ സേ, ബംബൈ എന്ന് പറഞ്ഞ എന്താ? ബോംബെ കേട്ടോ. സേ നമ്മൾ പഠിച്ചു തീർന്നാണ്. സേ എന്താ? നിന്ന്, ആയ വന്നു, നിന്ന് വന്നു. അടുത്തത് ആപ്സെ നമ്മൾ പഠിച്ചതാണ്. ആപ്സെ യഹ് കാം കൈസേ ഹോ സക്തേ ഹേ എന്ന് പറഞ്ഞ എന്താ? നിങ്ങളെ കൊണ്ട്. അതാണ് ആപ്സെ, നിങ്ങളെ കൊണ്ട്. ഇസ് കാം ഈ ജോലി, കൈസേ ഹോ സക്തേ ഹേ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു. പിടികിട്ടിയല്ലോ.
ഇനി അടുത്തതാ ഉൻസെ. ഇതും നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു പോയി. എന്താണ്? അദ്ദേഹത്തിനാൽ ബൈറ്റ് നെഹി ജാത്ത എന്ന് പറഞ്ഞെന്താ? ഇരിക്കാൻ സാധ്യമല്ല. ഓക്കെ ആണല്ലോ. ഇത് ഇത്രയും നമ്മൾ എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മീനിങ്സ് ഡിഫറെൻ്റ് ആയി വരുന്നത് എന്ന് നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ സർവനാം പ്രത്യയം എന്നുള്ളൊരു വലിയൊരു സെക്ഷൻ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് ലാസ്റ്റ് ക്ലാസ് ആണ് അതിൻ്റെ. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ കുറച്ച് വൊക്കാബുലറി സെക്ഷൻസും കുറച്ച് ക്രിയകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഹിന്ദിയുടെ ഗ്രാമറിൽ അത്യാവശ്യം ഒരു നല്ലൊരു കൂടുതലും കുട്ടികളെ സംബന്ധിച്ച് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഈ ഹിന്ദിയിൽ അല്ല ഇംഗ്ലീഷിൽ നമ്മൾ ഈ പ്രോണോൺ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ലാസ്റ്റ് പോർഷൻ കാണുന്നവർ ആദ്യത്തെ പോർഷൻ കാണാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവണമെന്നില്ല. സോ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ ക്ലാസ്സുകൾ കാണുക എന്നുള്ളതാണ്. അത് ഓർഡറിലായിട്ട് പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് ഓർഡറിൽ ആ പാർട്ട് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടുപോവുക. അതിനുവേണ്ടിയാണ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും ക്ലാസ്സുകൾ നന്നായി കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.